എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വിവിധ തസ്തികകളിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. SSC ആണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി 13/4/2026 മുതൽ 4/5/2026 വരെയാണ്. ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 5/5/2026 ആണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് കറക്ഷൻസ് വരുത്താൻ 11/5/2026 മുതൽ 13/5/2026 വരെ സമയമുണ്ടായിരിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് 2026 ജൂൺ മാസത്തിലാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പ്രായം 1/1/2026 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കപ്പെടുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. SSC, ST, OBC, PWBD, എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SSC, ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത്. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ssc.gov.in-ലൂടെയോ മൈ SSC എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 4/5/2026 ആണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ എന്നിവയാണ് കേരളത്തിലെ എക്സാം സെൻറ്ററുകളായി വരുന്നത്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. 100 രൂപയാണ് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് UPI, നെറ്റ് ബാങ്കിംഗ്, മാസ്റ്റർ കാർഡ്, റുപേ കാർഡ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായി ഫീസ് അടയ്ക്കാവുന്നതാണ്. SSC, ST കാറ്റഗറി, വനിതകൾ, PWBD, എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 5/5/2026 ആണ്. ഫീസ് അടയ്ക്കാതെയുള്ള അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതാണ്. ഇൻകറക്റ്റായ അപേക്ഷകളും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അപേക്ഷകളും റിജക്റ്റ് ആകുന്നതാണ്. ഫീസ് റീഫണ്ട് ആകുന്നതല്ല. ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ഫീസ് അടയ്ക്കേണ്ടതുമാണ്. 10th ലെവൽ എക്സാമിനേഷൻ്റെ സിലബസ് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. വിശദമായ ഡീറ്റെയിൽഡ് സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. +2 ലെവൽ തസ്തികയിലേക്ക് വരുന്ന സിലബസ് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഡിഗ്രി ലെവൽ തസ്തികയിലേക്ക് വരുന്ന സിലബസ് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് എന്നിവയാണ്. ഓരോ റോങ് ആൻസേഴ്സിനും 1/2 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ OMR എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. സ്റ്റെനോഗ്രാഫർ, ലബോറട്ടറി അസിസ്റ്റന്റ്, ജൂനിയർ എഞ്ചിനീയറിംഗ് ക്വാളിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. ജൂനിയർ എഞ്ചിനീയർ ഇൻ ഡിസിപ്ലിൻ, സ്റ്റോർ, സയൻറ്റിഫിക് അസിസ്റ്റന്റ്, ഡ്രില്ലിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യതയും +2 ആണ്. ലൈബ്രറി അറ്റൻഡൻറ്റ്, മെക്കാനിക്ക്, ഫീൽഡ് ഓൺ ലൈബ്രറി അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണ്. പേഴ്സണൽ അസിസ്റ്റന്റ്, അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രിയാണ്. SSLC, +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് വിവിധ തസ്തികകളിലായി നിരവധി ഒഴിവുകളുമായാണ് SSC ഇത്തവണ വിളിച്ചിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 4/5/2026 ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.